ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിൽ കരയിൽ കയറ്റിവെച്ച വള്ളവും വലയും കത്തിച്ചതായി പരാതി. ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിൽ കരയിൽ കയറ്റിവെച്ച വള്ളവും വലയും കത്തി നശിച്ചു. ബീച്ച് റോഡ് ആർക്കെ കോളനിയിൽ പടിഞ്ഞാറേ വീട്ടിൽ ഡെയ്സന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളവും വലയുമാണ് കത്തി നശിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 5:45 ഡെയ്സന്റെ സുഹൃത്ത് വഞ്ചി കത്തുന്നതായി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഡെയ്സൻ എത്തുമ്പോൾ വള്ളവും വലയും പൂർണ്ണമായും കത്തുന്ന നിലയിലായിരുന്നു. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ 5-8 പേര് ഇതുകൊണ്ടാണ് കുടുംബം കഴിക്കുന്നത്. 1 ലക്ഷം രൂപയോളം വേണ്ടി വരും ഇത് ശരിയാക്കണമെങ്കിൽ. ഇതെപ്പോഴാണ് കണ്ടത്? ഇത് ഞാൻ കണ്ട ഒരു 5-5:45 കൂട്ടുകാരൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണത് കത്തുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ വഞ്ചിയും വലയും ഉണ്ടായിരുന്നു. റോപ്പ് അതിൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒറ്റ പണ്ടായ കടൽ രൂക്ഷമായതിനെ തുടർന്ന് ഒരാഴ്ചയായി കടലിൽ പോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് കരയിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു വള്ളവും വലയും. 6ഓളം പേർ തൊഴിലെടുക്കുന്ന വള്ളവും വലയുമാണ് കത്തി നശിച്ചത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വ്യക്തികളൊക്കെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പലിശക്ക് എടുത്ത് അതല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് ഇതെല്ലാം ഉണ്ടാക്കി ഇവിടെ വെച്ച് നമ്മൾ രാത്രി മത്സ്യബന്ധനം കഴിഞ്ഞ് നമ്മളിവിടെ കയറ്റി വെച്ചിട്ടും പോകുമ്പോൾ ഇതുപോലൊരു അനുഭവം ഇനി മേലെ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ ചെയ്ത ആരാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്നവർക്കുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ക്യാമറ പോലെയുള്ള CCTV പോലെയുള്ള സംഗതി ഇവിടെ അത്യാവശ്യമായിട്ട്. ഇതാരെങ്കിലും കത്തിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ ഡെയ്സൺ തോപ്പുംപടി പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.